മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോയാൽ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് മുന്നേ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നത. ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന കെ സുധാകരന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പിന്തുണയുമായി പി.ജെ. കുര്യൻ രംഗത്തെത്തി. എന്നാൽ സുധാകരന്റെ പ്രസ്താവന വ്യക്തിപരമായ അഭിപ്രായം എന്നായിരുന്നു കെ.സി. വേണുഗോപാലിന്റെ പ്രതികരണം. ഇതിനിടെ കേരളത്തെ വി.ഡി. സതീശൻ നയിക്കട്ടെ എന്ന് സലിംകുമാറും അഭിപ്രായപ്പെട്ടു. വിധിയെഴുത്തും ഫലപ്രഖ്യാപനവുമെല്ലാം നടക്കും മുന്നേയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലി തർക്കം തുടങ്ങിയത്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന് കെ സുധാകരൻ അഭിപ്രായപ്പെട്ടതോടെയാണ് ചർച്ചകൾക്ക് തുടക്കമായത്. കെ സുധാകരന് പിന്നാലെ ചെന്നിത്തലയെ പിന്തുണച്ച് പി.ജെ. കുര്യൻ രംഗത്തെത്തി. എന്തായാലും മെയ് 9-ാം തീയതി നമ്മൾ ജയിക്കും. നമ്മൾ ജയിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുഖ്യമന്ത്രി ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന രമേശായിരിക്കും. തിരുവല്ലയിലെ UDF കൺവെൻഷനിൽ നടത്തിയ പ്രതികരണം വാർത്തയായതോടെ കെ.സി. വേണുഗോപാലും രംഗത്തെത്തി. കെ സുധാകരന്റേത് വ്യക്തിപരമായ അഭിപ്രായമെന്ന് കെ.സി. സുധാകരന്റെ നല്ല അഭിപ്രായം. സുധാകരന്റെ അഭിപ്രായം പറയാനുള്ള അവകാശം സുധാകരനുണ്ട്. ആരഭിപ്രായം പറഞ്ഞാലും കോൺഗ്രസിന് വ്യവസ്ഥാപിതമായ രീതിയുടെ അഭിപ്രായം പറയുന്നൊന്നും ഒരു തെറ്റുമില്ല. ഞങ്ങളുടെ ജനാധിപത്യ പാർട്ടിയല്ലേ. ഒരു പാർട്ടി പ്രവർത്തകൻ വന്നിട്ട് ഒരു മീറ്റിംഗിൽ ചോദ്യം ചോദിക്കുമ്പോൾ അത് നീ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുന്ന പാർട്ടിയല്ല ഞങ്ങളുടെ പാർട്ടി. അപ്പോൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കും, അഭിപ്രായങ്ങളൊക്കെ പറയും. ആ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ പറയാൻ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയല്ലേ കോൺഗ്രസ് പാർട്ടി. അതല്ല ഞങ്ങൾ തമ്മിൽ വ്യത്യാസം. അതേസമയം പറവൂരിൽ നിന്നും ഇത്തവണ വി.ഡി. സതീശൻ മത്സരിക്കുന്നത് കേരളത്തെ നയിക്കാനാണെന്നും നടനും കോൺഗ്രസ് അനുഭാവിയുമായ സലിംകുമാർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. വി.ഡി. സതീശൻ ഈ പ്രാവശ്യം ഇവിടുന്ന് പോകുന്നത് ഒരു MLA ആയിട്ടല്ല, കേരളം നയിക്കേണ്ട ഒരാളായിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും പറവൂരുകാരായ ഞങ്ങൾ അദ്ദേഹത്തിന് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിപ്പിക്കും. UDFന്റെ മുഖ്യമന്ത്രി ആരെന്നും കോൺഗ്രസ് ക്യാമ്പയിൻ നയിക്കുന്നത് ആരാണെന്നും അണികൾക്കിടയിലും സമൂഹ മാധ്യമങ്ങളിലും വലിയ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് നേതാക്കളുടെ പ്രതികരണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.